അങ്ങനെ 2 മാസത്തെ വിദേശ പര്യടനത്തിന് ശേഷം വീണ്ടും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുകയാണ്. ചെന്നെത്തിയാൽ ഫസ്റ്റ് ചെയ്യണമെന്ന് കരുതിയ വീഡിയോ ആണ് 13ൻ്റെ അൺബോക്സിങ്. കാരണം ഇപ്പം നമുക്ക് iPhone 13 ബിഗ് ബില്യൺ ഡേ ഓഫറിലും അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ധാരാളം യൂസേഴ്സ് വാങ്ങിയൊരു ഡിവൈസാണ്. പ്ലസ് ഇപ്പോഴും പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, 13 ഉണ്ട് 14 ഉണ്ട്, ഇതിലേത് വാങ്ങണം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കമ്പാരിസൺ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഫ്രണ്ടിൽ നമുക്ക് 14ഉം 13ഉമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 14 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ iPhone 12ൻ്റെ ബോക്സ് പോലെയാണ്. അതായത് ഇപ്പം കാണാം, ഇവിടെ iPhone 12 ആണ്. 12ൻ്റെ ബോക്സിൽ ഫ്രണ്ടിൽ ഡിവൈസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് iPhone 14ൻ്റെ ബോക്സിലും. പക്ഷേ 13 ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ഭാഗമാണ്. കാരണം ഇവിടെ ഡയഗണലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാമറ കാരണമാണ്. അതോടൊപ്പം തന്നെ ഇത് ബ്ലൂ കളറാണ്. 128GB വേർഷനാണ് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം 128GB ബ്ലൂ കളർ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കിപ്പം കറൻ്റ്ലി 69,000 ആണ് ആപ്പിളിൻ്റെ സൈഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇത് ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേ ഓഫറിലൂടെ വാങ്ങിയ ഡിവൈസ് അല്ല. കാരണം നമുക്കിപ്പോഴും വേറെ കുറേ സ്കീമുകൾ അവൈലബിൾ ആണ്. ഡയറക്റ്റ് നിന്ന് ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവൈലബിൾ ആണ്. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അങ്ങനെ ഫുൾ ടാബ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് സാധനം എടുക്കാം. ഇതാണ് നമ്മളുടെ ബ്ലൂ കളർ iPhone 13. ഇനി എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് iPhone 13ൻ്റെ ബ്ലൂ കളറാണ് വളരെ ഇഷ്ടപ്പെട്ട. iPhone 12ൻ്റെ ബ്ലൂ അത്ര പോരായിരുന്നു. അതൊരു ഡാർക്ക് ബ്ലൂ ആയിരുന്നു, ഒരു നേവി ബ്ലൂ. പക്ഷേ അത് അത്ര പോരാ. ലൈക്ക് ഒരു പടുതയുടെ ഒക്കെ കളറായിരുന്നു നമ്മുടെ iPhone 12ൻ്റെ ഒരു ബ്ലൂ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം 14ലേക്ക് വന്നപ്പം ആ ബ്ലൂ നമ്മുടെ സിയേറ ബ്ലൂവിൻ്റെ വേറൊരു വേരിയൻറ്റ് എന്നൊരു രീതിയിലാണ്. അതും വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ 14, 13, 12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 13ൻ്റെ ബ്ലൂ കളറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് പുതിയ ഡിവൈസുകൾ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടത്തിൽ നമുക്കറിയാം കേബിൾ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങേണ്ടത് നമ്മളുടെ ആപ്പിളിൻ്റെ ചാർജറാണ്. കാരണം ആപ്പിളിൻ്റെ 20W ചാർജറാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം iPhone XS മുതലുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു 20W ചാർജർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ചാർജർ വാങ്ങുന്നുണ്ടെങ്കിൽ, ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഫസ്റ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ 20W ഒറിജിനൽ ആപ്പിളിൻ്റെ 20W ചാർജറാണ്. ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ തന്നെ ഓൺലൈനിൽ ഈ ഒരു അഡാപ്റ്റർ അവൈലബിൾ ആണ്. അതിൻ്റെ ഒറിജിനൽ അഡാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം. അതോടൊപ്പം തന്നെ ഷോപ്പുകളിൽ നമുക്കിപ്പോൾ അറിയാം ഓക്സിജൻ, അവിടെയൊക്കെ പോയാൽ ഈ സാധനം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ്ലി വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഏതെങ്കിലും ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോയാലും iCare അല്ലെങ്കിൽ iPlanet ഇതുപോലുള്ള സ്ഥലത്ത് പോയാലും നമുക്ക് ഈ സാധനം അവൈലബിൾ ആകും. അപ്പം അത്യാവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം, അല്ലാത്തവർക്ക് ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യാൻ പോകുന്ന 2 ആക്സസറീസാണ് ഈ കാണുന്നത്. അതായത് ESRൻ്റെ കേസ്. ഇതും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ അല്ല, ജസ്റ്റ് നമ്മൾ ഡിവൈസ് ഒന്ന് സെറ്റപ്പ് ചെയ്തതിന് ശേഷം. അതോടൊപ്പം തന്നെ നമ്മളുടെ ESRൻ്റെ തന്നെ ആർമറൈറ്റ് എന്ന് പറയുന്ന സ്ക്രീൻ പ്രൊട്ടക്ടർ. ഇതിൻ്റെ 2ൻ്റെയും ലിങ്ക് ഇത് തന്നെയാണ് ഞാൻ എൻ്റെ iPhone 14ൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ iPhone 14 ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന കേസാണ് ESRൻ്റെ ഈ ഒരു കേസ്. അപ്പോൾ ഈ ആക്സസറീസിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും, താമസിക്കാതെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഡിവൈസ് നമുക്ക് പീൽ ഓഫ് ചെയ്യാം. ഇനി ഡിവൈസിൻ്റെ കമ്പാരിസണിലേക്ക് വരുമ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. 14 Pro, 13 Pro ആൻഡ് 13 ലാർജർ ക്യാമറ ബമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ 14 Proയ്ക്കാണ്. ഇനി കമ്പാരിസണിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു നിലയിൽ നമുക്കറിയാം 14 അവൈലബിൾ ആണ്, 13 അവൈലബിൾ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചേക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ട് ഫേസിങ് 12 MP ക്യാമറ. അതൊരു പുതിയ സെൻസറാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ ഫോക്കസിങ് അവൈലബിൾ ആണ്. ഇതുവരെയുള്ള ക്യാമറയിൽ, ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ അല്ലെങ്കിൽ സെൽഫി ക്യാമറയിൽ നമുക്ക് ഓട്ടോ ഫോക്കസിങ് അവൈലബിൾ അല്ലായിരുന്നു. ആ ഒരു ഡിഫറൻസ്. രണ്ടാമത്തെ കീ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ iPhone 13 Proയിലുള്ള സെയിം പ്രോസസ്സറും സെയിം റാമുമാണ് നമ്മളുടെ 14ൽ വന്നിരിക്കുന്നത്. അതായത് 13 Proയിൽ നമുക്ക് 5 കോർ GPU ആണുള്ളത്. അതുപോലെ തന്നെ 13ൽ നമുക്ക് 4 കോർ GPU ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് പ്ലസ് നമുക്ക് അഡീഷണൽ 2GB റാം നമ്മുടെ iPhone 14ലുണ്ട്. നമ്മുടെ iPhone 13ൽ നമുക്ക് ആകെ 4GB റാമും പ്ലസ് A15 ആണ്. പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള 2GB റാം നമ്മുടെ 14ലേക്ക് വരുമ്പോൾ ഉണ്ട്. ഈ 2GB റാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഡെഫിനറ്റ്ലി പറയുവാണ്, ഒരിക്കലും നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ, എവറിഡേ ലൈഫിൽ നിങ്ങൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പോകുന്നില്ല. അത്രയ്ക്കും എന്താ പറയുന്നത്, ഇൻറ്റൻസീവായിട്ടുള്ള എന്തെങ്കിലും ടാസ്കുകൾ, ഇപ്പം ഗെയിമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ ഒരു കീ ഡിഫറൻസ് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ചുമ്മാ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള റീൽസ് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ യൂസേജിനൊക്കെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു 2GB റാമിന് എക്സ്ട്രാ വരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും നിങ്ങൾ അവിടെ കാണാൻ പോകുന്നില്ല. ആ ഒരു ഡിഫറൻസ് എന്തായാലും അതിലുണ്ട്. പ്ലസ് നമുക്ക് വരുന്ന മറ്റൊരു ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 14ൽ നമുക്ക് ബാറ്ററി
ലാർജർ ബാറ്ററിയാണ്, സ്ലൈറ്റ്ലി ലാർജർ ബാറ്ററിയാണ് iPhone 13നേക്കാളും. ഇത്രയും 3 കാര്യങ്ങളാണ് അതിനകത്ത് കീ ആയിട്ട് പറയാനുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെല്ലാം ഉപരി ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്ന ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഹാർഡ്വെയറിൻ്റെ ആ ഒരു സ്ട്രക്ചർ, അതായത് ബെറ്റർ തെർമൽ പെർഫോമൻസിന് വേണ്ടി, ചൂടാകാതെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള തെർമൽ പെർഫോമൻസിന് വേണ്ടി നമ്മൾ iPhone 14-ൽ ആപ്പിൾ ഇൻറ്റീരിയറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് തെർമൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ കീ ആയിട്ടുള്ള 4 കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ യാതൊരു വ്യത്യാസവും ഡിവൈസുകൾ തമ്മിലില്ല. ഇത്തരം കീ ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് 10,000 രൂപ കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് ഈ പറഞ്ഞ ഇത്രയും ഡിഫറൻസ്, ഈ 4 കാര്യങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 14 നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതല്ല കുറച്ച് ക്യാഷ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 13 വിൽ ബി ദി അൾട്ടിമേറ്റ് പർച്ചേസ് എന്ന് പറയാം. കാരണം 13 വളരെ നല്ല പെർഫോമൻസ് ആയിട്ട് വളരെ നല്ല ബാറ്ററി ലൈഫുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് 14 ആണോ 13 ആണോ ഓപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട. ഇനി നമുക്ക് കേസിൻ്റെ കാര്യത്തിലേക്ക് പോകാം. കേസ് എന്ന് പറയുന്നത് നമ്മളുടെ ESRൻ്റെ ഫോൺ കേസാണ്. ഇത് ESRൻ്റെ ഹൈബ്രിഡ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസിക് സീരീസ് കേസാണ്. ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ESRൻ്റെയും അതോടൊപ്പം പല ബ്രാൻഡിൻ്റെയും കേസ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിവിടെ നാട്ടിൽ അവൈലബിൾ ആക്കുന്ന കേസുകൾ അല്ലെങ്കിൽ ബ്രാൻഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ESRും സ്പീക്കറും ഇത് രണ്ടുമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 ഡിവൈസുകൾ അല്ലെങ്കിൽ കേസുകൾ എന്ന് പറയുന്നത്. പിന്നെയുള്ള ബാങ്ക്സ് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. നമ്മളുടെ വയർലെസ് ചാർജിങ് കൂളിംഗ് വയർലെസ് ചാർജർ നമ്മൾ പരിചയപ്പെടുത്താണ് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇവരുടെ കേസും ഇത് നമ്മളുടെ കാർബൺ ഫൈബർ അല്ലെങ്കിൽ കെവലാറിൻ്റെ കേസാണ്. അടിപൊളി കേസാണ് ഇതും. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും താമസിക്കാതെ ചെയ്യാം. അതിൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതാണ് ESRൻ്റെ കേസ്. നല്ല ടിപ്പ് ടോപ്പ് കേസാണ്. കാരണം നമുക്ക് സൈഡിൽ ഇമ്പാക്ട് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ഒരു എക്സ്ട്രാ തള്ളി പ്രൊട്യൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ എഡ്ജസിലും ഉണ്ട്, 4 കോർണേഴ്സിലും ഇത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈഡിൽ ESRൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ബട്ടൺസ് ചില കേസുകളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ബട്ടൺസ് ഭയങ്കര രസമായിരിക്കും കാണാൻ, പക്ഷേ അത് തൊട്ട് കഴിയുമ്പം 10 പൈസയ്ക്ക് കൊള്ളത്തായിരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒറ്റ ടാപ്പിൽ അത് വേക്ക് ആകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പക്ഷേ ESRൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഹാർഡാണ്, നമ്മുടെ എഡ്ജസ് എല്ലാം തന്നെ ഹാർഡാണ്. അതുകൊണ്ട് നല്ല ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കേസാണ്. മാക്സേഫിൻ്റെ കാര്യം പറയുമ്പോൾ ESRൻ്റെ മാക്സേഫ് അടിപൊളിയാണ്. ഭയങ്കര സ്ട്രോങ് ആണ് ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത്, നല്ല സ്ട്രോങ് ആണ്. അത് ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ റിവ്യൂയിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ എക്സാമ്പിൾ. അതോടൊപ്പം തന്നെ ക്യാമറയുടെ ഏരിയയിലേക്ക് വരുമ്പോൾ താഴെ ഡിവൈസ് വീണാലും അത്ര അപകടം പറ്റാത്ത രീതിയിൽ, അതായത് ക്യാമറയ്ക്ക് യാതൊരു കുഴപ്പവും വരാത്ത രീതിയിലാണ് ആ ഒരു ക്യാമറയുടെ മൊഡ്യൂൾ അല്ലെങ്കിൽ ആ ഏരിയ ഡിസൈൻ ചെയ്തേക്കുന്നത്. വളരെ നല്ല കേസാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ അവരുടെ ആർമറൈറ്റ് സീരീസിലുള്ള സ്ക്രീൻ പ്രൊട്ടക്ടർ, ഇതും വളരെ നല്ല സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സാണ്. നമ്മൾ iPhone 13-ലും 14-ലും ഞാൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ നമ്മളുടെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. എങ്ങും അങ്ങനെ എയർ ബബിളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ സാധിച്ചു. ആ ഒരു അലൈൻമെൻറ്റ് ടൂൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ക്രീൻ പ്രൊട്ടക്ടറാണ് ഞാൻ ഉപയോഗിച്ചതിൽ. നല്ല ക്വാളിറ്റി ഉള്ള, ഇച്ചിരി പ്രൈസിയാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കടന്നോളും, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളുടെ അൺബോക്സിങ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീൻ പ്രൊട്ടക്ടറും കേസും എല്ലാം നമ്മളിട്ടു. ചെറിയൊരു കമ്പാരിസണും നമ്മൾ നടത്തി. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പം 1 ഇയർ ആയ ഒരു ഡിവൈസാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല റിവ്യൂസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ, ജസ്റ്റ് കമ്പാരിസൺ മാത്രം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ മിലൻ. catch you guys next video.